ചിക്കനും ബീഫൊന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടേ കട്ട്ലറ്റ് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമല്ലേ? അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എഗ് ബുർജി കട്ട്ലറ്റ് ആട്ടാ. ഇതിന് വേണ്ടിയിട്ട് 2 സവാള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചെറുതാക്കി അരിഞ്ഞ 2 പച്ചമുളകും ചതച്ച് വെച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയോട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടിയായിട്ട് ചേർത്തിരിക്കണേ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് 3 കോഴിമുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങോട്ട് ചിക്കി എടുത്ത് എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചെറുതാക്കി അരിഞ്ഞ് മല്ലിയില പുതിന ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന മീഡിയം സൈസുള്ള 3 ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് ഈ കിഴങ്ങൊക്കെ അങ്ങോട്ട് ഉടച്ച് നമ്മളുടെ ഈ മസാലയായിട്ട് മിക്സായി വരണം കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ അറിയതിന് ശേഷം നമ്മളുടെ ആ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. ഇനി ഇത് നമ്മളുടെ ആ ഒരു മുട്ടയിലും ബ്രെഡ് പൊടിയിലും മുക്കിയിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ എഗ് ബുർജി കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കാൻ നല്ല എളുപ്പമല്ലേ? കൂടിപ്പോയി ഒരു 10-15 മിനിറ്റ് മതി, അതേ കൂടുതൽ നേരമൊന്നും വേണ്ട. ഈ കട്ട്ലറ്റ് കഴിക്കുന്ന ഒരാളെ ഇതിൻ്റെ ഉള്ളിൽ മുട്ടയാണ് വെച്ചിരിക്കണമെന്ന് എന്തായാലും പറയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ഇന്നത്തെ നോമ്പ് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും താഴത്ത് കമൻറ്റിൽ വന്നൊന്ന് പറയണേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ